വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറയാം. ഈ നിയമം ഒരു തരത്തിലുള്ള ധാർമ്മികതയും നൽകുന്നില്ല. കാരണം ഇത് അധികാരത്തിന്റെ യഥാർത്ഥ സ്വഭാവം വ്യക്തമായി കാണിക്കുന്നു. ആ സ്വഭാവം അറപ്പുളവാക്കുന്നതാണ്. അവിടെ സഹാനുഭൂതിക്ക് സ്ഥാനമില്ല, ദയയുടെ ആവശ്യമില്ല. ആവശ്യം വരുന്നുണ്ടെങ്കിൽ അത് ക്രൂരതയുടെ മാത്രമാണ്. വീണ്ടും പറയുന്നു, ധാർമ്മികമായി ഈ നിയമം ഒരു ഗുണവും നൽകുന്നില്ല. മറിച്ച് ഇത് നിങ്ങളുടെ നൈതിക മൂല്യങ്ങളെ മുറിവേൽപ്പിക്കാൻ സാധ്യതയുണ്ട്. വീഡിയോ നിർത്താൻ ഇതാണ് ഏറ്റവും ശരിയായ സമയം. അല്ലെങ്കിൽ ഈ അധാർമിക വിവരങ്ങളുടെ അസാധാരണമായ കളിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. 18 അധികാര നിയമങ്ങൾ. നിയമം 1. ഒന്നാമത്തെ നിയമം. ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിനിധികൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. അവർ തങ്ങളുടെ ശത്രുക്കളെ ശാരീരികമായി മാത്രമല്ല മാനസികമായും നശിപ്പിച്ചു. കാരണം ശത്രുവിനെ തോൽപ്പിച്ച് വെറുതെ വിടുന്നത് പോരാ. ഓരോ മുറിവും അവർക്ക് അപമാനമുണ്ടാക്കുന്ന ഒരു പ്രഹരം പോലെ പ്രവർത്തിക്കും. അപ്പോൾ അവർ എരിയുന്ന കൽക്കരി പോലെയാകും, കത്താൻ വെമ്പൽ കൊള്ളുന്നവർ. ഒരുപക്ഷെ ആ കനലിൽ നിന്നുയരുന്ന തീപ്പൊരി നിങ്ങളുടെ ചാരത്തിന് കാരണമായേക്കാം. ശരിയായതെന്താണെന്നതല്ല, ആവശ്യമായതെന്താണോ അത് ചെയ്യുക. AD 625 ജനിച്ച ഡ്യൂക്കിന്റെ മകൾ വു ഝാവോ തന്റെ സൗന്ദര്യം കൊണ്ട് മഹാരാജാവ് തായ്സുങ്ങിന്റെ രാജ്ഞിയായി മാറുന്നു. ആ അന്തപുരം അന്നും അവൾക്ക് അപകടകരമായിരുന്നു. പക്ഷേ അവളുടെ സൗന്ദര്യവും ശക്തമായ സ്വഭാവം കാരണം അവൾ മഹാരാജാവിന്റെ പ്രിയപ്പെട്ടവളായി. വു വളരെ സമർത്ഥയായിരുന്നു. മഹാരാജാവിന്റെ ശക്തിയും സ്ഥാനവും അവൾക്ക് നന്നായി മനസ്സിലായി. മറ്റു രാജ്ഞിമാരെ പോലെ തന്നെ താനും എളുപ്പത്തിൽ മാറ്റി സ്ഥാപിക്കപ്പെട്ടേക്കാമെന്ന് അവൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് അവൾ തന്റെ കണ്ണുകൾ മഹാരാജാവിന്റെ സുഖലോലുപനായ മകൻ ഖാവോസുങ്ങിന്റെ നേർക്ക് തിരിച്ചു. തന്റെ സൗന്ദര്യം ഉപയോഗിച്ച് അവൾ ഖാവോസുങ്ങിനെ സമ്മോഹിപ്പിച്ചു. വു ഇതിനായി തിരഞ്ഞെടുത്ത സ്ഥലം ഊഹിക്കാമോ? ഖാവോസും പൂർണ്ണമായും ഒറ്റപ്പെട്ടിരുന്ന ഒരേ ഒരു സ്ഥലം, കൊട്ടാരത്തിലെ കക്കൂസ്. മഹാരാജാവിന്റെ മരണശേഷം ഖാവോസും സിംഹാസനത്തിലിരുന്നു. ഖാവോയുമായി നല്ല ബന്ധങ്ങൾ ഉണ്ടായിരുന്നിട്ടും വു ഝാവോയ്ക്ക് പതിവ് ആചാരങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. മറ്റു രാജ്ഞിപത്നിമാരെയും വെപ്പാട്ടിമാരെയും പോലെ മഹാരാജാവിന്റെ മരണശേഷം അവളുടെ തല മൊട്ടയടിക്കപ്പെടുകയും ഒരു മതപരമായ മഠത്തിലേക്ക് അയക്കപ്പെടുകയും ചെയ്തു. അവിടെ അവൾക്ക് തന്റെ ജീവിതം മുഴുവൻ ചെലവഴിക്കേണ്ടി വരും. പക്ഷേ വൂവിന് ഇത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. രണ്ടാമത്തെ നിയമം. 7 വർഷത്തോളം അവൾ ആ മഠത്തിൽ നിന്ന് പുറത്തുവരാൻ പദ്ധതിയിട്ടു. ഇതിനിടയിൽ ചക്രവർത്തി ഖാവോയുടെ ഭാര്യയുമായി അവൾ സൗഹൃദം സ്ഥാപിക്കുകയും ആ രാജ്ഞിയുടെ സഹായത്തോടെ അന്തപുരത്തിൽ തന്റെ സ്ഥാനം വീണ്ടും ഉറപ്പിക്കുകയും ചെയ്തു. അന്തപുരത്തിലെത്തിയപ്പോൾ അവളുടെ തന്ത്രം പൂർണ്ണമായും മാറി. വു ഝാവോ ഈ പുതിയ അവസരം ഒരു വില കൊടുത്തും നഷ്ടപ്പെടുത്താൻ ആഗ്രഹിച്ചില്ല. ഇപ്പോൾ അവൾ തന്റെ പദ്ധതി നടപ്പിലാക്കുന്നു. ഒരു കൈകൊണ്ട് അവൾ രാജ്ഞിയെ പ്രശംസിച്ചു, മറ്റേ കൈകൊണ്ട് മഹാരാജാവിന്റെ കിടപ്പുമുറിയിലെത്തി. വൂവിലും മഹാരാജാവിനും ഇടയിലുള്ള ഈ ബന്ധമുണ്ടായിരുന്നിട്ടും രാജ്ഞിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം അവൾക്ക് അതുവരെ സിംഹാസനത്തിനൊരു അവകാശിയെ നൽകാൻ കഴിഞ്ഞിട്ടില്ല. അതിനാൽ അവൾ ദുർബലമായ അവസ്ഥയിലായിരുന്നു. പോരാത്തതിന് വു ഝാവോയോട് അവൾ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അവളുടെ അസൂയജനകമായ സ്വഭാവം കൂടുതൽ വെളിവാകുമായിരുന്നു. എന്തായാലും രാജ്ഞിക്ക് ഈ സ്വഭാവത്തിന് വളരെ പ്രശസ്തിയുണ്ടായിരുന്നു. AD 654 വു ഝാവോ മഹാരാജാവിൽ നിന്ന് ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ഈ സാഹചര്യത്തിൽ രാജ്ഞി തന്നെ രാത്രി ആ കുട്ടിയെ കാണാൻ വരികയും അല്പനേരം അവിടെ ഇരുന്ന ശേഷം തിരികെ പോവുകയും ചെയ്തു. രാജ്ഞി അവിടെ നിന്ന് പോയതുടനെ വു ഝാവോ തന്റെ കുഞ്ഞിന്റെ വാ മൂടി പിടിച്ചു കൊലപ്പെടുത്തി. മൂന്നാമത്തെ നിയമം. ഈ കുഞ്ഞിന്റെ മരണവാർത്ത ജനങ്ങളിൽ പ്രചരിച്ചപ്പോൾ എല്ലാവരുടെയും ആദ്യത്തെ സംശയം രാജ്ഞിയുടെ നേർക്കായിരുന്നു. ഇത് ലോജിക്കലായി ചിന്തിച്ചാൽ ശരിയാണെന്ന് തോന്നാം. രാജ്ഞിയുടെ അസൂയജനകമായ സ്വഭാവം, അതിന് തൊട്ടുപിന്നാലെ കുഞ്ഞിന്റെ മരണം, എല്ലാം ഒരേ ദിശയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ടായിരുന്നു. വൂവിന്റെ പദ്ധതി കൃത്യമായിരുന്നു. മഹാരാജാവിന് ഇത് ഇഷ്ടപ്പെട്ടില്ല. കുഞ്ഞിന്റെ മരണത്തിന് രാജ്ഞി ഉത്തരവാദിയാണെന്ന് കരുതപ്പെടുകയും ശിക്ഷയായി അവൾക്ക് വധശിക്ഷ നൽകുകയും ചെയ്തു. ഏതാനും ആഴ്ചകൾക്ക് ശേഷം വു ഝാവോയ്ക്ക് രാജ്ഞിയുടെ പദവി ലഭിച്ചു. അവളുടെ പുതിയ ഭർത്താവായ ഖാവോസും അവൻ നേരത്തെ തന്നെ സുഖലോലുപനായിരുന്നു. സന്തോഷത്തോടെ രാജ്യഭരണം വു ഝാവോയുടെ കൈകളേൽപ്പിച്ചു. ഇപ്പോൾ വു ഝാവോ വെറുമൊരു വു ഝാവോയായിരുന്നില്ല, അവൾ ചക്രവർത്തിനി വു ഝാവോയായി മാറിയിരുന്നു. നാലാമത്തെ നിയമം. വു ഝാവോ ഇപ്പോൾ അധികാരത്തിന്റെ ഉന്നത സ്ഥാനത്തായിരുന്നിട്ടും അവൾക്ക് സുരക്ഷിതത്വം തോന്നിയില്ല. അവളുടെ ചുറ്റും ഇപ്പോഴും ശത്രുക്കളുണ്ടായിരുന്നു. 41 വയസ്സിൽ അവളുടെ സ്വന്തം മരുമകൾ മഹാരാജാവിന് പ്രിയപ്പെട്ടവളായി മാറുന്നുവെന്ന് അവൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അവൾക്കും ഭക്ഷണത്തിൽ വിഷം നൽകി കൊലപ്പെടുത്തി. ഈ സമയം വരെ വു ഝാവോക്ക് 4 ആൺമക്കളുണ്ടായിരുന്നു. അവളുടെ മൂത്ത മകനെ ശത്രുക്കൾ വിഷം നൽകി കൊലപ്പെടുത്തി. അവളുടെ രണ്ടാമത്തെ മകൻ, ഒരു അവിഹിത മകൻ, ഒരു കുറ്റത്തിൽ കുടുക്കി നാട് കടത്തി. AD 683 ആയപ്പോഴേക്കും
മഹാരാജാവ് കാവോസുങ്ങും മരിച്ചു. നിയമമനുസരിച്ച് അവളുടെ മൂന്നാമത്തെ മകൻ സിംഹാസനത്തിലിരുന്നു. പക്ഷെ വൂച്ചാവോ തന്റെ മൂന്നാമത്തെ മകനെ സിംഹാസനത്തിന് യോഗ്യനല്ലെന്ന് പ്രഖ്യാപിക്കുകയും അവനെയും മാറ്റി നിർത്തുകയും ചെയ്തു. ഇതിനർത്ഥം സിംഹാസനത്തിന് അവകാശിയായി അവളുടെ ഇളയ മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവനെ വു വർഷങ്ങളോളം ഒരു ആയുധം പോലെ തയ്യാറാക്കിയിരുന്നു. അവനാണ് മഹാരാജാവായത്. സ്വന്തം മകൻ മഹാരാജാവായതുകൊണ്ട് വുവിന്റെ ഭരണം നിലനിന്നു. അടുത്ത 5 വർഷത്തേക്കും വു തന്റെ ശത്രുക്കളെ ഓരോരുത്തരായി കൊലപ്പെടുത്തി. AD 688 ആയപ്പോഴേക്കും വുവിനെതിരായി ആരും അവശേഷിച്ചില്ല. 2 വർഷത്തിനു ശേഷം AD 690 അവൾ സ്വയം ബുദ്ധന്റെ ഒരു അവതാരമാണെന്ന് പ്രഖ്യാപിച്ചു. അത് രാജ്യത്തിലെ ആളുകളും വിശ്വസിച്ചു. അക്കാലം മുതൽ ആളുകൾ അവളെ ചൈനയുടെ ദൈവീകവും പവിത്രവുമായ മഹാരാജ്ഞിയായി കണക്കാക്കാൻ തുടങ്ങി. ചക്രവർത്തി എന്ന പദവി ലഭിച്ച ചൈനീസ് ചരിത്രത്തിലെ ഏക വനിതയായിരുന്നു വൂച്ചാവോ. 5ാമത്തെ നിയമം, സൗന്ദര്യവും ബുദ്ധിയും ഒരു ശരീരത്തിൽ ഒരുമിച്ചുണ്ടാവുക എന്നത് വൂച്ചാവോയുടെ അഭിലാഷം അവളുടെ കഴിവിനേക്കാൾ വലുതായിരുന്നു എന്ന് ഉറപ്പിച്ചു. പക്ഷേ കാലക്രമേണ അവൾ തന്റെ അതിരുകൾ വർദ്ധിപ്പിക്കുകയും അവളുടെ അഭിലാഷത്തിന് യോഗ്യയാവുകയും ചെയ്തു. അവളിൽ ഒരു തരം വിശപ്പുടലെടുത്തു. ഒരു സാധാരണ വിശപ്പായിരുന്നില്ല അത്. അവളുടെ ഈ വിശപ്പിന് തടസ്സമായവരെല്ലാം ഇല്ലാതാക്കപ്പെട്ടു. അധികാരം നേടാൻ ഏതറ്റം വരെ പോകണമെന്നതിന് അവൾ ഒരു മാതൃക സ്ഥാപിച്ചു. 6ാമത്തെ നിയമം, വൂച്ചാവോ ഏത് നിർദ്ദയത്വത്തോടെയും ക്രൂരതയോടെയുമാണോ അധികാരം നേടിയെടുത്തത് അത് ആവശ്യകതയായിരുന്നു. സംവേദനശീലത അല്ലെങ്കിൽ സഹാനുഭൂതി തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളെ ദുർബലരാക്കുകയുള്ളൂ. കാരണം അധികാരത്തിന്റെ കാര്യത്തിൽ ദയ പോലുള്ള കാര്യങ്ങൾക്ക് യാതൊരു ആവശ്യകതയുമില്ല. നിങ്ങളുടെ വിജയത്തിൽ നിങ്ങളുടെ ശത്രുക്കൾ ഒരു പക്ഷേ സൗഹൃദത്തിന്റെ കൈ നീട്ടിയേക്കാം. നിങ്ങളോടുള്ള അവരുടെ പെരുമാറ്റം പൂർണ്ണമായും മാറ്റിയേക്കാം. ഇത് കാരണം നിങ്ങൾക്ക് അവരോട് ദയ തോന്നിയേക്കാം. പക്ഷെ ഇവരുടെ ഈ പെരുമാറ്റം ഒരു പൊള്ളയായ പ്രകടനമായിരിക്കും. നിങ്ങൾ ഒരാളെ തോൽപ്പിക്കുകയാണെങ്കിൽ ആ തോൽവി നിങ്ങളുടെ ശത്രുവിന്റെ മനസ്സിൽ ആഴത്തിൽ പതിയും. ആധിപത്യ ശ്രേണി നമ്മളെ ഇതുവരെ പഠിപ്പിച്ചത് ഇതാണ്. തോൽക്കുന്നവനെ ദുർബലനായി കണക്കാക്കുന്നു. ആ തോൽവി അവർക്ക് അപമാനവും അപകീർത്തിയും ഉണ്ടാക്കും. ഇവിടെ നിന്നാണ് അവർക്കുള്ളിൽ നിങ്ങൾക്കെതിരായി ഒരു വികാരമുണരുന്നത്, പ്രതികാരം. ഓർക്കുക, പ്രതികാരം പോലെ ശുദ്ധമായ ഒരു വികാരമില്ല. അതിൽ വെറുപ്പ് മാത്രമേ ഉള്ളൂ. പ്രതികാരം വൈകാരികമായ ഏറ്റവും ശുദ്ധമായ രൂപമാണ് എന്ന് അതിനാൽ ഓർക്കുക. നിങ്ങൾ ഒരാളെ തോൽപ്പിക്കുമ്പോൾ അവനെ കളിപ്പാട്ടത്തിൽ മാത്രമല്ല അവന്റെ മനസ്സിലും തോൽപ്പിക്കുക. ദയ കാണിക്കരുത്. ആ വ്യക്തി മാനസികമായി തകരേണ്ടത് ആവശ്യമാണ്. അപ്പോൾ മാത്രമേ നിങ്ങളുടെ വിജയം പൂർണ്ണമാകൂ. 7ാമത്തെ നിയമം, ഒടുവിൽ അധികാരം അതിജീവനത്തിന്റെ കളിയാണ്. എപ്പോഴും ഓർമ്മിക്കുക, ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമേ ന്യായീകരിക്കാൻ അവകാശമുള്ളൂ. ജീവിതത്തിന്റെ കാര്യം വരുമ്പോൾ ഒരു നിയമവുമില്ല. നിങ്ങൾ വിജയത്തിനായി ഭ്രാന്തനായാൽ മാത്രം മതി. നിങ്ങളുടെ അഭിലാഷം നിങ്ങളുടെ ഭയത്തേക്കാൾ വലുതായിരിക്കണം. അപ്പോൾ മാത്രമേ നിങ്ങൾ അധികാരത്തിന്റെ വഴിക്ക് യോഗ്യനാകൂ. 8ാമത്തെ നിയമം, സന്തോഷമോ സമാധാനമോ ഇല്ലാത്ത ഒരു പാത, വെറുമൊരു വിശപ്പാണ് നിങ്ങളെ ഭ്രാന്തനാക്കുന്നത്. അത് അതിന്റെ വഴിയിലുള്ളതിന്റെ നാശം ആഗ്രഹിക്കുന്നു. അത് നിങ്ങൾ തന്നെയാണെങ്കിൽ പോലും. അങ്ങനെ ഒരു വിശപ്പിനായി നിങ്ങൾ ഏതറ്റം വരെ പോകാനും തയ്യാറാകും. നിയമങ്ങളോ ചട്ടങ്ങളോ ദയയോ കാരുണ്യമോ നന്മയോ ധാർമ്മികതയോ ഒന്നുമില്ല. ഈ വിശപ്പ് നിങ്ങളെ ഒരു രാക്ഷസനാക്കി മാറ്റും. സ്വാർത്ഥതയ്ക്ക് മാത്രം കഴിവുള്ള ഒരു രാക്ഷസൻ. 9ാമത്തെ നിയമം, ഇത്രയും മോശമാണെങ്കിൽ ഈ വിശപ്പ് എന്തിനാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. കാര്യം ഇതാണ്, ഈ വിശപ്പ് ആഗ്രഹത്തിൽ നിന്ന് വരുന്നതല്ല, ഇത് ഉള്ളിലുണ്ടാവുന്നതാണ്. അവരുടെ പ്രതീക്ഷകൾ അവരുടെ കഴിവിനേക്കാൾ വലുതായവരിൽ, ജീവിതത്തിലെ നിസ്സഹായത അനുഭവിച്ചറിഞ്ഞവരിൽ, ലോകത്തിലെ ഏക നിയമം നിയമമില്ലായ്മയാണെന്ന് മനസ്സിലായവരിലും, നിലവിലുള്ള നിയമങ്ങൾ ദുർബലർക്ക് വേണ്ടി മാത്രമാണെന്നും അവർക്കറിയാം. കാരണം അവർ ആ ദൗർബല്യം സഹിച്ചവരാണ്. അതുകൊണ്ട് അവർക്ക് വീണ്ടും ഒരിക്കലും ദുർബലരാവാൻ ആഗ്രഹമില്ല. അപ്പോഴാണ് ഈ വിശപ്പിന്റെ ആഴം മനസ്സിലാവുന്നത്. ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം വെമ്പിയിരുന്ന വിശപ്പിന് ഇപ്പോഴെല്ലാം വേണം. എല്ലാത്തിനെയും ന്യായീകരിക്കുന്ന വിശപ്പ്. അപ്പോൾ ശരിയോ തെറ്റോ എന്നൊന്നുമില്ല, ആവശ്യം മാത്രം. ക്രൈം ആൻഡ് പണിഷ്മെന്റ് എന്ന പുസ്തകത്തിൽ ഒരു മനോഹരമായ വരി വായിച്ചിരുന്നു. ധൈര്യപ്പെട്ട് സ്വയം താഴെ ഇറങ്ങിയത് എടുക്കുന്നവർക്കാണ് അധികാരം നൽകപ്പെടുന്നത്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, അധികാരം എന്നത് താഴെ വീണ് കിടക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് അത് എടുക്കണമെങ്കിൽ നിങ്ങൾക്കും താഴെ ഇറങ്ങേണ്ടി വരും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതനുസരിച്ച് ബാക്കി നിയമങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം.